സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ശവം ദഹിപ്പിക്കേണ്ടി വന്നില്ല. തീയിൽ ജീവനോടെ ദഹിച്ചാണ് മരിച്ചത്. ആത്മാവിന് ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വന്നില്ല. ശരീരം ആത്മാവിനെ ഉപേക്ഷിക്കുക ചെയ്തത്. ശവമടക്കാൻ അച്ഛനും അമ്മയ്ക്കും വേർതിരിച്ച് കുഴിയെടുക്കേണ്ടി വന്നില്ല. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിന്ന് കത്തിയാണ് മരിച്ചത്. ശരീരം വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. സച്ചിദാനന്ദ, അവരുടെ മരണം അത്രയ്ക്ക് ഓർമ്മയുണ്ടോ നിനക്ക്? മരിച്ചതല്ലടോ, മുല്ലയ്ക്കലെ പട്ടികളൊക്കെ ചേർന്ന് കൊന്നതാ. വീടിനകത്ത് അടച്ചു പൂട്ടിയിട്ടിട്ട് പെട്രോളും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കൊന്നതാ. ഓരോ വാവനും വന്ന് പിണ്ടച്ചോറ് ഉരുട്ടി വെക്കുമ്പോ കണ്ണീരല്ലടോ, ചോരയാ എൻ്റെ കണ്ണിൽ നിറയാറ്. പകരം വീട്ടാൻ ദൈവം ആയുസ് നീട്ടിത്തന്ന ആദിത്യവർമ്മയുടെ മുതൽ ആ കൊച്ചു പെണ്ണിന്റെ വരെ 16 അടിയന്തരം ഉണ്ണും സച്ചിദാനന്ദൻ. നകുലിനോട് വെറും വാശിക്ക് പറഞ്ഞല്ല, ഞാനങ്ങ് കെട്ടാൻ പോവാ സീതാലക്ഷ്മിയെ. അവന്റെ കൺമുന്നിലേക്ക് അവളെയും കെട്ടി എഴുന്നള്ളിച്ച് ഞാൻ ചെല്ലുമ്പോ മുതല് അവന്റെ നെഞ്ചിരുന്ന് പൊള്ളും. അത് മനക്കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ഞാൻ. മുല്ലയ്ക്കൽ തറവാട് മൊത്തത്തിലൊന്ന് പിടിച്ചു കുലിക്കുക. പിന്നെ സ്മൂത്തായിരിക്കും എനിക്ക് ലക്ഷ്യത്തിലേക്കുള്ള വഴി.
വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊന്നും ആരും അറിയില്ല. കണ്ടില്ലേ? ഇനി പറഞ്ഞു കേൾപ്പിക്കണം. ദേ തള്ളേ, ഈ കൈ ഞാനിങ്ങ് വെട്ടിയെടുക്കുവേ. ഈ വീടെന്താ നിനക്ക് തന്നിഷ്ടം പോലെ എന്ത് വൃത്തിയോടും കാണിക്കാവുന്ന സ്ഥലമാണോ ഇത്? എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. അത് നീ കാശ് കൊടുത്ത് പണിയിച്ച വീടായിരിക്കണം. ഇത് എന്റെ വീടാ. ഇവിടെ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാ മാത്രം മതി. ചുമ്മാ വായി തോന്നിയൊക്കെ വിളിച്ചു പറയലതല്ലേ. അധികാരവും അവകാശവും പറഞ്ഞോണ്ട് വന്നാ എല്ലാത്തിനെ അകത്തിട്ട് ഈ വീട് ഞാനങ്ങ് കത്തിക്കും. അത് വേണോ? കൊല്ലടാ. ഇതിനേക്കാളൊക്കെ ഭേദം നിന്റെ കൈ കൊണ്ട് മരിക്കുന്നതാ. കൊല്ലാനൊന്നും തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല. അതെ, അമ്മ ചെന്ന് അവളോട് ഞാൻ കെട്ടാന്ന് പറ. അത് പറഞ്ഞങ്ങ് സമ്മതിപ്പിക്കേ. അല്ലെങ്കിൽ സിനിമ കാണുന്ന പോലെ ഇനിയും പലതും കാണേണ്ടി വരും നിങ്ങള്. ഇങ്ങനെ ശിക്ഷിക്കാൻ എന്ത് പാപം ഞാൻ ചെയ്തു? എന്ത് ചെയ്യണോന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല മോളെ. വല്ലപ്പോഴും ഒക്കെ അവൻ വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നീ ഉള്ളത് കൊണ്ടാ ദിവസവും ഈ വരവ്. ഞാൻ പൊയ്ക്കോളാം ചിറ്റ, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം ചേച്ചി. അങ്ങനെ ഇറക്കി വിടൊന്നുമില്ല ഞാൻ. ചിറ്റ ജീവനോടെ ഇരിക്കുമ്പോ ഒരു കുഴപ്പവും വരില്ല നിനക്ക്. നീ എന്തോ വല്ലാത്തൊരു ആലോചനയിലാണല്ലോ. എന്താ സച്ചു? എന്താടാ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ചില അത്ഭുതങ്ങളുണ്ടാവും ജീവിതത്തിലെന്ന്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്താ സച്ചു, നീ കാര്യം പറ. നീ പണ്ട് എന്നോട് പ്രണയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചില്ലേ? അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു പ്രണയം എന്താണെന്ന് എനിക്കറിയാമെന്ന്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലവ് ലെറ്റർ കൊടുത്തോണെന്ന് പറഞ്ഞ് നീ എന്നെ കളിയാക്കി. പക്ഷേ സത്യമായിരുന്നു ഞാൻ പറഞ്ഞത്. ഐ നോ ദ ഫീലിങ്സ് ഓഫ് ലവ്. നേരാണോ? അങ്ങനെ ആരോടെങ്കിലും നിനക്ക്? യെസ്. പക്ഷേ ഇപ്പം നീ ആരോടും ഒന്നും പറയരുത്. പറയാതിരിക്കുന്ന എന്തിനാ? ഇത്രയും കാലം നീ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം നടത്തായിരുന്നത്. നല്ല കുട്ടിയാണെങ്കിൽ നമുക്ക് നടത്താം. ഒരുമിച്ച് ഒരു പന്തലിൽ നടത്താം നമുക്ക് കല്യാണം. ഒരു പന്തലിൽ നടത്തിയില്ലെങ്കിലും ചിലപ്പോൾ ഒരേ സമയത്ത് നടത്തേണ്ടി വരും. സച്ചു, എന്താടാ രഘുപതി പറഞ്ഞിട്ട് പോയത്? നേരാണോ? നേരാണെങ്കി അങ്ങ് പറ സച്ചുവേട്ടാ. എന്നെ നോക്കണ്ട. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അതിവിടെ പറഞ്ഞേ പറ്റൂ. പെൺകുട്ടികളുടെ മനസ്സാ, വെറുതെ ആഗ്രഹം കൊടുക്കരുത്. ശരിയാ, എനിക്കിഷ്ടാ ലക്ഷ്മിയെ.
ലക്ഷ്മി എന്നാണോ പേര്? ആ അതൊരു ഇല്ലത്തെ കുട്ടിയാ. ജാതി ഏതെങ്കിലും ആവട്ടെ, എവിടെയാ വീട്? പാലക്കാടാ. പാലക്കാടുള്ള പെണ്ണിനെ നിനക്കെങ്ങനെ പരിചയം വന്നു? ബാങ്കിന്റെ ചില ആവശ്യങ്ങൾക്ക് ഇടയ്ക്ക് പാലക്കാട് പോയിരുന്നില്ല ഞാൻ. അപ്പൊ ഉണ്ടായൊരു ഇത്രയും കാലമായിട്ട് നീ ഇതിവിടെ പറഞ്ഞില്ലല്ലോ സച്ചു. ഒരു സൂചന പോലും തന്നില്ല. പറഞ്ഞതിനി വലിയേട്ടൻ വഴക്കുറയുന്നൊരു പേടിയായിരുന്നു. നിന്നെപ്പോലൊരു ചെറുക്കൻ. നിന്റെ ഇഷ്ടം വലിയേട്ടൻ നടത്തിത്തരായിരിക്കൂ. പെണ്ണെങ്ങനെ കൊള്ളാവോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല. ഒരു പാവം കുട്ടിയാ. ആ, പിന്നെ എന്തായാലും രഘുരാമൻ ഇഷ്ടപ്പെടും, അതെനിക്കറിയാം. അതെന്താ ചെറിയേട്ടന് മാത്രം ഇഷ്ടപ്പെടാൻ? അല്ല, എന്റെ മനസ്സ് ശരിക്കറിയാവുന്ന അവനാ. എന്തായാലും നിനക്കിഷ്ടപ്പെട്ടല്ലോ, സമാധാനായി. രഘുപതിയുടെ കല്യാണം ആദ്യം നടത്തുന്നതില് വലിയ വിഷമായിരുന്നു സ്വാമിക്ക്. ഇനിയിപ്പോ രണ്ടും ഒരുമിച്ച് നടത്താം. വല്ലാത്തൊരു ഓർത്തഡോക്സ് ഫാമിലി അവളുടെ. കാര്യങ്ങൾ അറിയുമ്പോൾ പ്രശ്നമാവും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു കൊണ്ടുവരേണ്ടി വരും. ഒരു കല്യാണമായിട്ട് നടത്താൻ പറ്റുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. മാഷേ, ഒരു രജിസ്റ്റർ ഉണ്ട്, മോൾക്ക. ആ മോളെ, ഇതാ വരുന്നു അച്ഛാ. മോക്ക് രജിസ്റ്റേർഡ് ഉണ്ട്. രജിസ്റ്റേർഡ് ഒപ്പിടാൻ കത്തിയൊന്നും വേണ്ട കേട്ടോ. ഇന്നിവിടെ എന്റെ പാചക സുരേഷേ. അച്ഛനെ ഇന്ന് അടുക്കളയിൽ കേറ്റുന്നില്ല. ദാ ഇതൊന്ന് പിടിച്ചേ. രജിസ്റ്റേർഡാ വന്നിരിക്കുന്നെ. ചിലപ്പോ എന്തെങ്കിലും ഭാഗ്യം വന്നു കയറുന്നാണെങ്കിലോ. ദാ ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ചിലപ്പോ ഭാഗ്യമായിരിക്കും വരുന്നതെന്ന്. ട്രാൻസ്ഫറിന് അപേക്ഷിച്ചപ്പോ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നല്ലേ, കിട്ടി. കമ്പനിയുടെ ഇവിടുത്തെ അഡ്വർടൈസിംഗ് വിഭാഗത്തിലേക്ക്. അഡ്വർടൈസിങ്ങിനോ? അതിൽ എഞ്ചിനീയർക്ക് എന്താ കാര്യം? എഞ്ചിനീയർക്ക് എന്താ കാര്യമെന്നോ? ജോലി കിട്ടിയ ശേഷം ഡിസൈനിങ്ങിൽ പ്രാക്ടീസ് ചെയ്തപ്പോ അച്ഛൻ എന്നെ കുറ്റം പറഞ്ഞില്ലേ? ഇപ്പൊ എന്തായി? സ്കൂൾ മാഷായ പോരാ, ഇത്തിരി വിവരം വേണം. ഞാൻ പോണോ അച്ഛാ? പിന്നെ പോവാതെ ജോലിയുള്ളോ വേണ്ടാന്ന് വെക്കാനോ? അതല്ല, ജോലിക്ക് പോകുന്നത് രഘുവേട്ടന് ഇഷ്ടായില്ലെങ്കിലോ? ഇഷ്ടമാവും. നീ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ആ വീണി, ഇതെന്താ ഈ സമയത്ത് അങ്ങനെ വിളിക്കാറില്ലല്ലോ? സമയം നോക്കിയാ വിളിക്കാവൂ. എനിക്കെപ്പോഴാ വിളിക്കാൻ തോന്നിയത്? അത് വെറുതെ. അങ്ങനെ ഒരു റൊമാൻറ്റിക് മൂഡിലൊന്നും വിളിക്കാറില്ലല്ലോ താൻ എന്നെ. ഇതെന്തോ കാര്യം പറയാനുണ്ട്, അതുറപ്പാ? ഉണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ പോരുമ്പോ വെറുതെ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിരുന്നു. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. കിട്ടണമെന്ന് അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിശയമായി പോയി, ട്രാൻസ്ഫർ ഓർഡർ അടിച്ചു വന്നിരിക്കുന്നു. ആഹാ, കൺഗ്രാചുലേഷൻസ്. അപ്പൊ തന്റെ ശമ്പളം കൊണ്ടായാലും എനിക്ക് ജീവിക്കാം അല്ലേ? ഓ, ഒന്ന് പോരോ കേട്ടാ, ചുമ്മാ കളിയാക്കാതെ. ഞാൻ പോണോ വേണ്ടിയൊന്ന് അറിയാൻ വിളിച്ചതാ. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ? കമ്പനിയുടെ ഒരു റീജിയണൽ ഓഫീസ് ഇവിടെ കൊല്ലത്തിനടുത്തുണ്ട്. മെഗാ മേക്കേഴ്സ്. പരസ്യത്തിലാ കമ്പനി ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നോട് നാളെ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അല്ല, ഈ പരസ്യ കമ്പനിയിൽ എഞ്ചിനീയർക്ക് എന്താ വേണ്ടി കാര്യം? ഐ ആം ഓൾസോ എ ഗുഡ് ഡിസൈനർ, യു നോ. റിയലി? യെസ്. ഡിസൈനർ മാത്രമല്ല, സത്യം പറഞ്ഞ ഞെട്ടരുത്, തമിഴ്നാട്ടിൽ വെച്ച് കമ്പനിക്ക് വേണ്ടി 1-2 തവണ മോഡലും ആയിട്ടുണ്ട് ഞാൻ. ഓഹോ, അപ്പൊ ആളൊരു ബഹുമുഖ പ്രതിഭയാണ് അല്ലേ? ശ്ശേ,
അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കതിലൊന്നും ഒരു താല്പര്യമില്ല. രഘുവേട്ടൻ പറഞ്ഞാലേ ഞാൻ ജോയിൻ ചെയ്യുന്നുള്ളൂ. ജോലിയല്ലേ, കളയണ്ട. താൻ പോയി ജോയിൻ ചെയ്യേ. സീരിയസ് ആയിട്ട്? യെസ്, താൻ പോയി ജോയിൻ ചെയ്യടോ. രഘുവേട്ടനൊന്ന് വരൂ നാളെ ഓഫീസില്. എന്താ പേടിയാ? നോ, എന്നാലും ഫസ്റ്റ് ഡേ അല്ലേ, പ്ലീസ്. ഞാൻ വരാം. ഉറപ്പ്? ഹാ, ഞാൻ വരുമെന്ന്. താങ്ക് യു. സ്വാമി അറിഞ്ഞില്ലേ കൃഷ്ണവേണിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിന്ന്? ഓ, പക്ഷെ ട്രാൻസ്ഫർ ആകാൻ ഗവൺമെന്റ് സെക്ടറിലൊന്നും ആയിരുന്നില്ലല്ലോ ജോലി. അല്ല, പക്ഷെ കോയമ്പത്തൂരുള്ള അവരുടെ കമ്പനിക്ക് ഇവിടെ ഒരു റീജിയണൽ ഓഫീസുണ്ട്, ഒരു അഡ്വർടൈസിംഗ് മീഡിയയും. ഇപ്പൊ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അപ്പൊ നന്നായി. ഇത്രയും പഠിച്ച കുട്ടിയല്ലേ, വെറുതെ വീട്ടിൽ ഇരിക്കണ്ടല്ലോ. ഇതെവിടെയാ സ്ഥാപനം? കൊല്ലത്തിനടുത്താണെന്നാ രഘുപതി പറഞ്ഞത്. വലിയ പരസ്യ കമ്പനിയാ സ്വാമി, മെഗാ മേക്കേഴ്സ്. എന്താ ഏട്ടത്തി, എന്താ പേര്? മെഗാ മേക്കേഴ്സ് അങ്ങനെയാ പറഞ്ഞത്. എന്നാ പ്രശ്നമായി. വല്യേട്ടാ, അതാ വൃത്തികെട്ടോള് മോഡലിംഗ് ചെയ്യുന്ന കമ്പനിയാ വിഷ്ണുപ്രിയ. നമ്മുടെ വിഷ്ണുവോ? നമ്മുടെ വിഷ്ണു അല്ല, ഏട്ടത്തിയുടെ വിഷ്ണു. എനിക്കതിന്റെ പേര് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ല. വിഷ്ണുവിന്റെ പരസ്യങ്ങളൊക്കെ വരുന്നത് അവിടുന്നാണോ? വലിയ കമ്പനിയാ വല്യേട്ടാ. മിക്ക സാധനങ്ങളുടെയും പരസ്യം അവരാ പിടിച്ചു കൊടുക്കുന്നത്. അവിടത്തെ സ്ഥിരം മോഡലാ വിഷ്ണുപ്രിയ. ക്യാമറ സ്റ്റാർട്ട്, ആക്ഷൻ. കട്ട് പ്ലീസ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു വിഷ്ണു. നമുക്കിനി കുറെ ഫേസ് എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ സ്റ്റിൽസ് ആണ് അത്യാവശ്യം. എന്താ സർ ഇത്തവണ മൊത്തത്തിലൊരു പ്രത്യേകത? സാധാരണ നമ്മൾ ആഡ് ചെയ്തു കൊടുക്കുന്ന പോലെ അല്ല വിഷ്ണു ഇത്. അമേരിക്കയിലെ വേൾഡ് വൈഡ് കമ്പനിയുമായിട്ടാണ് ഇവിടുത്തെ ആശാ ഗ്രൂപ്പ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റിൽസ് എല്ലാം വേൾഡ് വൈഡിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. സോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയ പോരാ, ദേ ആർ ദ ജഡ്ജസ്. ഓക്കെ സർ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സതീഷേ, നമുക്ക് ക്ലോസ് റേറ്റ് നോക്കാം. ആ വിഷ്ണു, ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്തേ. തിരിച്ച്. ഓക്കെ 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 ഓക്കെ. ടേക്ക് വാലേ സതീഷ്. റെഡി സർ. ഒന്ന് തിരിഞ്ഞേ. ലെഫ്റ്റ്. ആക്ഷൻ. വൺ സെക്കൻഡ്. പുതിയ ഡിസൈനിങ് എഞ്ചിനീയർ എത്തിയിരിക്കുന്നു ഓഫീസിൽ. തലയ്ക്കകത്ത് ആള് താമസമുള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും. ഒന്ന് വിഷ് ചെയ്തിട്ട് വരാം. കമോൺ. വിഷ്ണു, ആ കമോൺ. വരുന്നു. കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ നിന്നും പുതിയ എഞ്ചിനീയർ ട്രാൻസ്ഫർ ആയി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു 45-50 വയസ്സുള്ള ഫിഗർ ആയിരുന്നു മനസ്സിൽ. പക്ഷേ എന്റെ കൺസെപ്റ്റ് തെറ്റിപ്പോയി. ആ, കൃഷ്ണവേണിയുടെ നാട് തിരുവനന്തപുരത്ത് തന്നെയാ. സി കൃഷ്ണവേണി, ഇത് മിസ്റ്റർ സുധാകരൻ. ഹലോ. ആ പ്രോഗ്രാം ഡയറക്ടർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇത് സുധീഷ്, ക്യാമറാമാൻ. ഗുഡ് മോർണിംഗ്. മാഡത്തെ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും പിന്നെ എന്നേക്കാൾ അടുത്ത് പരിചയപ്പെടേണ്ടത് നിങ്ങൾ തന്നെയാണ്. എനിവേ, ഷീസ് അവർ ന്യൂ ഡിസൈൻ എഞ്ചിനീയർ കൃഷ്ണവേണി.
അഡ്വർടൈസിംഗ് മീഡിയയിൽ നല്ല ഗ്രാഹ്യമുണ്ട് കൃഷ്ണവേണിക്ക്. ഏയ് അങ്ങനെയൊന്നുമില്ല സാർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നു തുടക്കം. ആദ്യം കമ്പനിയുടെ മദ്രാസ് റീജിയനിൽ ജോയിൻ ചെയ്തത് അങ്ങനെയായിരുന്നു. പിന്നീട് കമ്പനിയിൽ വെച്ച് തന്നെയാ ഡിസൈനിങ്ങിലും അഡ്വർടൈസിംഗിലും കോൺസെൻട്രേറ്റ് ചെയ്തത്. ഓ, I see. പക്ഷേ അത്രയ്ക്ക് ക്രിയേറ്റീവ് ഒന്നുമല്ല ഞാൻ. ഓ. ഏയ് വിഷ്ണുപ്രിയ, ഇതെന്താ ഇങ്ങോട്ട് വരാത്തത്? ആ, ഇത് വിഷ്ണുപ്രിയ. 4 വർഷമായി കമ്പനിയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പരസ്യങ്ങൾക്കും മോഡൽ വിഷ്ണുപ്രിയയാണ്. ഈ 4 വർഷമായിട്ടാണ് കമ്പനി നല്ല ടേൺ ഓവർ ഉണ്ടാക്കിയത്. ഇത് കമ്പനിയുടെ അറിയാം സാർ, പറയണ്ട. ഹലോ